എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. 2026 നന്മയും സന്തോഷവും ആരോഗ്യവും സമാധാനവും ഒക്കെയുള്ള വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുഞ്ഞു മക്കളുടെ ജീവിതത്തിലും അതോടൊപ്പം മുതിർന്നവരുടെയും ജീവിതങ്ങൾ സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ 2026 എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ 2025-26 ചിൽഡ്രൻസ് ഫെസ്റ്റ് വർണ്ണച്ചിറകുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടികളാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഇന്ന് 1000-ഓളം കുഞ്ഞുങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ മക്കൾ അവർ ഇന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ഡയറക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ പരിധി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ആകാശമാണ്, ചക്രവാളമാണ്. അവിടേക്ക് പറന്നുയരാൻ കഴിയുന്ന തരത്തിൽ ചിറകുകൾക്ക് ശക്തി നൽകുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. സർക്കാരുകളായി, വകുപ്പുകളായി, പൊതുസമൂഹമായി, നമ്മളെല്ലാവരുമായി ആത്മവിശ്വാസമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഭയരഹിതമായി അതോടൊപ്പം തന്നെ അവരുടെ ബൗദ്ധികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളർച്ച ഉറപ്പാക്കിക്കൊണ്ട് പിന്തുണയ്ക്കുക, അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 27 സർക്കാർ ഹോമുകളാണ്, 441 NGOകളുടേതായിട്ടുള്ള ഹോമുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ എല്ലാ ജില്ലകളിലും നിർഭയ ഹോമുകളുമുണ്ട്. അപ്പൊ ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ 10,000-ഓളം കുഞ്ഞുങ്ങളാണ് ഈ ഹോമുകളിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഓരോ കുഞ്ഞും അവരെവിടെയാകട്ടെ, വീടുകളിലാകട്ടെ അല്ല സർക്കാർ സംരക്ഷണയിലാകട്ടെ, ഓരോ കുഞ്ഞും സമൂഹത്തിൻ്റെ സമ്പത്താണ്. ആ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ അതോടൊപ്പം തന്നെ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ അവർ വളർന്നു വരിക, അതിനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സംസ്ഥാനത്തൊട്ടാകെ 10,000 കുഞ്ഞുങ്ങൾ, അതിൽ 10,000 കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകമായി ഇവിടെ പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങളുടെ പരിശീലനമൊക്കെ നടത്തി വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ മക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് 10,000 നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും, എല്ലാ മക്കൾക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും തരുന്നു. നിങ്ങൾ ഈ വേദിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പറയട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ, ഞാൻ പഠിച്ച കോളേജ് കൂടിയാണ് ഗവൺമെന്റ് വിമൻസ് കോളേജ്. ഞങ്ങളെല്ലാവരും ഈ വേദിയിൽ പെർഫോം ചെയ്ത കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കൊരു വേദി ലഭിക്കുക എന്നുള്ളത്, ഒരു സ്റ്റേജ് തരത്തിലുള്ള ഒരു വേദി ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് നമ്മൾ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ നമ്മളൊരാൾ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ പല സാഹചര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്കിവിടെ റഫായിട്ടുള്ള എന്തെങ്കിലും നൃത്തമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ മൈക്കിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ജീവിതം പോലെയാണ് അല്ലേ, പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ മുന്നിൽ നമ്മൾ തളർന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതാണ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക, ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ തന്നെ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ, ആ 2 സഹോദരങ്ങളും വ്യത്യസ്തമായിട്ടുള്ളൂ. ജനറ്റിക്കലി അവർക്ക് പല സാമ്യങ്ങളും ഉണ്ടാകാം എങ്കിലും ആ 2 കുഞ്ഞുങ്ങൾ വ്യത്യസ്തമാണ്. ഈവൻ ഐഡന്റിക്കൽ ട്വിൻസിൽ പോലും വ്യത്യസ്തതകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടാകും, ഒരാൾക്ക് നൃത്തം ചെയ്യാൻ കഴിവുണ്ടാകും, ഒരാൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിരിക്കും കഴിവുണ്ടാവുക. മറ്റൊരാളാകട്ടെ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും. അതൊരു കഴിവാണ്. ഒരാളുടെ വേദനയെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് ഒരു കഴിവാണ്. ഒരാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക, ഒരാൾ പ്രോബ്ലം സോൾവർ ആയിരിക്കും. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വീടുകളിലാണെങ്കിലും ഹോമുകളിലാണെങ്കിലും അവർ താമസിക്കുന്ന ഇടങ്ങളിലാണെങ്കിലും ക്ലാസ് മുറികളിലാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അതിൽ എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കും. അപ്പോൾ ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. വ്യത്യസ്തതകളാണ്. ആ വ്യത്യസ്തതകളാണ്
മനോഹാരിത എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ വ്യത്യസ്തതകളെ അംഗീകരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മുതിർന്നവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല. മുതിർന്നവർക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുകയും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അവരുടെ താല്പര്യങ്ങൾ, കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം. അതിനെ നമ്മളൊരു ചെടി നട്ട് നനച്ച് വളർന്നതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. സംസ്ഥാനത്ത് 2017 വനിതാ ശിശു വികസന വകുപ്പ് രൂപീകൃതമായിട്ടുള്ളത്. നമ്മുടെ സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ്. സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ്. ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ ബൈഫർക്കേഷൻ നടപടികൾ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നുള്ള പൂർണ്ണമായിട്ട് മാറി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 2022-22 അതിന്റെ ബൈഫർക്കേഷൻ നടപടികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒട്ടേറെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നമ്മൾ പ്രോജക്റ്റുകൾ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ ശാക്തീകരണവും ക്ഷേമവും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അതിലൊന്ന് 1000 ദിവസത്തെ പരിപാടിയാണ്. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ 2 വയസ്സ് വരെയുള്ള 1000 ദിവസം പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ശിശുമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവാണ്. 5 കേരളത്തിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 12 നിന്നാണ് 9.5 വർഷങ്ങൾ കൊണ്ട് നമുക്ക് 5 നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്ക് 5.6 ആണ്, 5.6. അപ്പോൾ കേരളം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യ വകുപ്പിന്റെ, അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ഒക്കെ ചേർന്നാണ് നടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അട്ടപ്പാടിയിൽ നമ്മളൊരു കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ശിശുമരണങ്ങളെ കുറിച്ചാണ്. അവിടെ നമ്മളൊരു ഇന്റർവെൻഷൻ നടത്തി 2021-22. അതിന്റെ പേര് പെൺട്രികൾ കൂട്ടായ്മ എന്നാണ്, സ്ത്രീകളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. അപ്പോൾ വിവിധ പ്രോജക്റ്റുകളെ ഏകോപിപ്പിക്കുകയും അത് നല്ലതായി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ കമ്മ്യൂണിറ്റി കിച്ചണുണ്ട്, അതുപോലെ ഇപ്പം ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് നമ്മുടെ സ്ത്രീകൾ കഴിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച ആശാ സന്ദർശിക്കും, 2ാമത്തെ ദിവസം അങ്കണവാടി പ്രവർത്തകർ സന്ദർശിക്കും, 3ാമത്തെ ദിവസം ട്രൈബൽ പ്രൊമോട്ടേഴ്സ് സന്ദർശിക്കും, 4ാമത്തെ ദിവസം നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ സന്ദർശിക്കും, 5ാമത്തെ ദിവസം വെള്ളിയാഴ്ച പാലക്കാട് നിന്ന് സബ് കളക്ടർ അട്ടപ്പാടിയിലെത്തി അവരുടെ കൺവേർജൻസ് മീറ്റിംഗ് നടത്തും. എവിടെയാണ് വിടവുകളുള്ളത്, ഗ്യാപ്പുകളുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അങ്ങനെ 30.8 ശിശുമരണ നിരക്ക് ഇന്ന് അട്ടപ്പാടിയിൽ 6.3 ശിശുമരണ നിരക്ക് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലുണ്ട്, ട്രൈബൽ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ക്രമീകരണങ്ങളും പവർ ലോണ്ടറി വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി, ലക്ഷ്യ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ലേബർ റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയ രീതിയിൽ ആളുകളുടെ സന്തോഷം, അതിൽ ഒട്ടേറെ കാര്യങ്ങൾ മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാലസുരക്ഷിത കേരളം എന്നുള്ളത്. അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. അതൊരു പല വകുപ്പുകൾ, സർക്കാർ, സമൂഹം, അതുപോലെ എല്ലാവരും, വിവിധ സ്ഥാപനങ്ങൾ, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ വിഷൻ ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും കഴിഞ്ഞ 7 മാസമായി നമ്മുടെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും 7 മാസമായി ഓരോ മാസവും വനിതാ ശിശു വികസന വകുപ്പ് അച്ചീവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്ന്, തെരുവുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ശരണബാല്യം പോലെയുള്ള പരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം, പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൂർണ്ണമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അത് നമ്മൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും അത് പൂർണ്ണമായി തെരുവുകളിൽ കുഞ്ഞുങ്ങളെ ആ നിലയിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരവിടെ കാണപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒഴിവാക്കുക എന്നുള്ളത്. 2, ചൈൽഡ് ലേബർ. നമ്മൾ കുറേ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി. ആ ഹോട്ട്സ്പോട്ടുകളിൽ ലേബർ ഡിപ്പാർട്ട്മെന്റും വനിതാ ശിശു വികസന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഇടപെട്ടുകൊണ്ട് ചൈൽഡ് ലേബർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിന് പൊതുസമൂഹത്തോട് നമ്മൾ പറയുന്നത് കൂടുതൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി പറയണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ 500 സ്കൂളുകളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് 1200 സ്കൂളുകളിൽ നമുക്ക് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ വ്യാപിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം, സംസ്ഥാന സർക്കാരിന്റെ, നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരു പ്രോജക്റ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയുണ്ടായത്. കാവൽ പ്ലസ് എന്നുള്ളത് പ്രത്യേകമായി നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും ഡൽഹിയിൽ പോയി അവിടെ ബഹുമാനീയരായ ജഡ്ജസിന് മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുകയും അത് വലിയ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിക്കുകയും ചെയ്തു. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. UN അതുപോലെ യുണിസെഫ് ഫോസ്റ്റർ കെയർ, അതായത് കുടുംബാധിഷ്ഠിത പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷമായി ഒരു തീവ്രമായ യജ്ഞം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോസ്റ്റർ കെയർ നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 500 കുട്ടികളാണ് കുടുംബാധിഷ്ഠിത കെയറിലേക്ക് പോയത്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ട് യുണിസെഫ് ഇത് ഡോക്യുമെന്റ് ചെയ്യുകയും അത് അവർ ആഗോളതലത്തിൽ തന്നെ കേരളത്തിന്റെ മോഡൽ എന്ന നിലയിൽ അത് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട് സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നിർഭയ ഹോമുകളിലെ കുഞ്ഞുങ്ങൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നത് സന്തോഷമുണ്ട്. നിർഭയ ഹോമുകളിൽ നിന്ന് അവർക്ക് വേണ്ടി നമ്മളൊരു ലൈവ്ലിഹുഡ്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ പഠനത്തിൽ ഒരുപോലെ താല്പര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രവർത്തനം ആരംഭിച്ചു. തൊഴിൽ പരിശീലനം ഉയരെ എന്ന ബ്രാൻഡ് ചെയ്തു. ഒന്നാന്തരം പ്രോഡക്ട്സ് ആണ് അവർ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആഗോളതലത്തിൽ തന്നെ ആ നിലയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി നമ്മളെ സമീപിച്ചുകൊണ്ട് ഉയരയുടെ പ്രോഡക്ട്സ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. വനിതാ ശിശു വികസന വകുപ്പ് ഏറ്റവും അഭിമാനത്തോടെ കൂടി കാണുന്ന ഒരു പ്രോജക്റ്റാണ് ഉയരെ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ മക്കളെ, നിങ്ങളിവിടെയുണ്ട്, ഈ വേദി ഇവിടെ സദസ്സിലുള്ള നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ജില്ലകളുടെ കളക്ടർമാരായിരിക്കും, നിങ്ങൾ പോലീസ് മേധാവികളാകും, കുറേ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾ സംസ്ഥാന പോലീസ് മേധാവികളാകും, നിങ്ങൾ സംസ്ഥാനം ഭരിക്കും, നിങ്ങൾ രാജ്യം ഭരിക്കും, നിങ്ങൾ ലോകമറിയപ്പെടുന്ന ചിത്രകാരന്മാരായിരിക്കും, നിങ്ങൾ ലോകമറിയപ്പെടുന്ന ഗായകരായിരിക്കും, നിങ്ങൾ ലോകമറിയപ്പെടുന്ന അഭിനേതാക്കളായിരിക്കും എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയും. ഒന്നും നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധി ആകരുത്, ആകാൻ നമ്മൾ സമ്മതിക്കുകയുമില്ല എന്നുള്ളതാണ്. അതാണ് ഉയരയിലൂടെയും വർണ്ണച്ചെലവുകളിലൂടെയും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ. ഒട്ടേറെ പരിപാടികളുടെ സമയപരിമിതി പോലെ ഞാൻ അതൊന്നും പറയുന്നില്ല. കുറച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇനി ചെയ്യും. കാരണം പേരന്റിംഗ് ക്ലിനിക്കുകൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചു. 152 ബ്ലോക്കുകളിൽ പേരന്റിംഗ് ക്ലിനിക്ക്. പക്ഷെ നമ്മളവിടെ കണ്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മളെല്ലാം വിചാരിക്കും പേരന്റിംഗ് വളരെ ഈസിയാണ്. ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ 152 ബ്ലോക്കുകളിൽ തൊട്ടടുത്തുള്ള പേരന്റിംഗ് ക്ലിനിക്കിലേക്ക് വരാൻ പേരൻസിന് ചിലപ്പോൾ വിമുഖതയുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ പേരന്റിംഗ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പേരന്റിംഗ് പോഡ്കാസ്റ്റ് ഉടനെ ആരംഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രീറ്റ് ചിൽഡ്രൻ പോളിസി, അത് കേരളത്തിൻ്റെ തെരുവുകളെ അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ നീഡ് കുട്ടികളുടെ സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കുന്നതിന് റീജിയണൽ കൺസൾട്ടേഷൻ മീറ്റും സംഘടിപ്പിക്കുന്നു. അഡോപ്ഷൻ കുടുംബസംഗമവും അതോടൊപ്പം സംസ്ഥാനതല ശില്പശാലയും ജനുവരി മാസത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം 2024 സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും അഭിമാനത്തോടെയാണ് നമ്മുടെ 51 കുഞ്ഞുങ്ങൾ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവരെ ശുപാർശ ചെയ്യുന്നത്. 2 ഗ്രൂപ്പാണ്. 6 മുതൽ 11 വയസ്സ് വരെയും 12 മുതൽ 18 വയസ്സ് വരെയും പ്രായമുള്ള 2 വിഭാഗങ്ങളിലായി. അതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡും അതോടൊപ്പം ജനറൽ വിഭാഗത്തിലുമായി കലാ, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക, പരിസ്ഥിതി സംരക്ഷണം, IT മേഖല, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, ധീരത എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിച്ചിട്ടുള്ളത്. ഓരോ ജില്ലയിൽ നിന്നും 4 കുഞ്ഞുങ്ങൾ വീതമാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ്. എല്ലാ മക്കൾക്കും ഹൃദയപൂർവ്വമായ അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും മാതൃകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും പ്രതിസന്ധിയില്ല.
അതിനെല്ലാം മറികടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അതിൽ നമുക്ക് അസാധ്യമായിട്ടില്ല. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബറാക് ഒബാമ ആദ്യം മത്സരിക്കുമ്പോൾ ഡെമോക്രാറ്റ്സിന്റെ സ്ലോഗൻ ഇതായിരുന്നു. അവരുടെ പ്രൈമറി മുതലുള്ള തെരഞ്ഞെടുപ്പ് പ്രൊസീജിയേഴ്സിൽ അവർ ഉയർത്തിയ സ്ലോഗനായിരുന്നു, അമേരിക്കൻ ഐക്യനാടുകളിൽ അസംഭവ്യമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന ദൃഢനിശ്ചയത്തോടെ അവർ പറഞ്ഞത് യെസ് വി ക്യാൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ്. വർണ്ണച്ചെറുകൾ 2026 സംഘടിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയുന്നതാണ്. അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. യെസ് യു ക്യാൻ. ഈ വാക്കുകളോടെ പ്രിയപ്പെട്ട മീനൂട്ടി, ഞാൻ മീനൂട്ടിയോട് പറയുകയായിരുന്നു, നമ്മുടെ ഒരു കുഞ്ഞു മകളായിട്ട് കണ്ട് സിനിമകളിലൊക്കെ കണ്ട് വളരെ മിടുക്കിയായ നല്ലതായി ചിന്തിക്കുന്ന സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായി മീനാക്ഷി വളർന്നു വന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. പേരൻസിനൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. മീനൂട്ടിയെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു. നന്ദി, നമസ്കാരം.